Hi friends, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ RCC ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് അതിന്റെ തിയറി പോർഷൻസുമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, an RCC beam can be maximum tension reinforcement. ഒരു RCC ബീമിലെ maximum tension reinforcement എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So, tension steel in the limiting values IS code prakaram, IS 456 prakaram, minimum area and maximum area. Minimum area in the of a tension reinforcement should not be less than a relation A0 by BD equal to 0.85 by F5. A0 is the minimum area of tension, F5 is the characteristic strength of steel in Newton per mm square. Next ആണ് maximum area. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Maximum area tension reinforcement it should not be greater than 4% of the gross sectional area. So രണ്ട് കണ്ടീഷൻ ഓർക്കുക. മിനിമം ഏരിയയുടെ ഈ റിലേഷനും മാക്സിമം ഏരിയ എന്ന് പറയുന്നത് should not be greater than 4% of gross sectional area. So അപ്പോൾ ആൻസർ എന്ത് വരും? RCC ബീമിനകത്തെ maximum tension reinforcement എന്ന് പറയുന്നത് should not be greater than 4% BD. The maximum depth of neutral axis for a beam with FE 415 bars in limit state method of design. So maximum depth of neutral axis of the beam എന്ന് പറയുന്നത് ഓരോ ഗ്രേഡ് സ്റ്റീലിനും ഓരോ വാല്യൂസ് ആണ്. FE 250 എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അതാണ് FY എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെസ് ഡിനോട്ട് ചെയ്യുന്നതാണ് FY എന്ന് പറയുന്നത്. സോ അതിന് ഓരോന്നിനും ഓരോ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഉണ്ട്. ഇപ്പൊ FE 250 എടുക്കുകയാണെങ്കിൽ 0.53 D ആണ്. FE 415 ആണെങ്കിൽ 0.48 D. FE 500 ആണെങ്കിൽ 0.46 D. ഇതങ്ങ് കാണാതെ പഠിച്ചാൽ മതി. So, the maximum depth of neutral axis for the beam with the FE 415 bar in limit state method of design എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? 0.48 D. Partial factor of safety for concrete and steel respectively may be taken as. കോൺക്രീറ്റിന്റെ സ്റ്റീലിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കോൺക്രീറ്റിന്റെ ആണെങ്കിൽ 1.5 സ്റ്റീലിന്റെ ആണെങ്കിൽ 1.15 ആണ്. The characteristic strength of concrete in the actual structure is given as. ഒരു കോൺക്രീറ്റിന്റെ ആക്ച്വൽ സ്ട്രക്ചറിലുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ഗ്രാഫാണ് IS കോർഡിനകത്തെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യം മുകളിലോട്ടേക്ക് വരച്ചേക്കുന്ന FCK ആണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. അതാണ് FCK. ഇനി ഒരു ആക്ച്വൽ സ്ട്രക്ചറിൽ എത്രയാണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ പറഞ്ഞായിരുന്നു കോൺക്രീറ്റിന്റെ എത്രയാണ്? 1.5 ആണ്. സോ ആ FCK ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോൾ ഉത്തരവാണ് 0.67 FCK എന്ന് വെച്ചാൽ ആക്ച്വൽ ഉള്ള FCKക്കാട്ടും സ്ട്രെസ്സിന്റെ വാല്യൂ എന്താണ് കുറവായിരിക്കും. 0.67 FCK എന്നാണ് കിട്ടുന്നത്. സോ അതാണ് ആക്ച്വലി ഉള്ള ഒരു സ്ട്രക്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. സോ മനസ്സിലായല്ലോ. സോ FCK ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോഴാണ് 0.67 FCK എന്ന് കിട്ടുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വൽ ഒരു സ്ട്രക്ചറിൽ എത്രയാണെന്ന് ചോദിച്ചാൽ. ഇനിയും നമ്മൾ കാൽക്കുലേഷൻ പർപ്പസ് എടുക്കാറുണ്ട്. കാൽക്കുലേഷൻ പർപ്പസ് എടുക്കുമ്പോൾ ആക്ച്വലി ഉള്ളതിനെക്കാട്ടും കുറവാണ് വീണ്ടും കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് 0.67 FCK ഡിവൈഡഡ് ബൈ വീണ്ടും ഒരു 1.5 ചെയ്യും. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് 0.45 FCK. സോ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഓർത്തിരിക്കുക, FCK ഡിവൈഡ് ബൈ 1.5 ചെയ്യുമ്പോഴാണ് 0.67 FCK കിട്ടുന്നത്. അതാണ് ഒരു ആക്ച്വൽ കോൺക്രീറ്റ് സ്ട്രക്ചറിലുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. സോ അപ്പൊ ആക്ച്വൽ സ്ട്രക്ചറിലുള്ള ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എത്രയാണ്? 0.67 FCK. The shape of stress strain curve for concrete as prescribed by IS 456 is. ഈ കർവ് ഓൾറെഡി മുമ്പത്തെ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ഓൺ IS 456. അതിനകത്ത് എന്താണ്? ആദ്യം ഒരു പർട്ടിക്കുലർ ഭാഗം വരെ അതെന്താണ്? ഒരു പരാബോളിക് കർവ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെന്താകും? സ്ട്രെയിറ്റ് ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ പരാബോളിക് ആയിട്ടാണ് ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്
കാണിക്കുന്നത്. സോ ഈ ഫിഗർ തന്നെ നോക്കിയാൽ മതി. ഇതെന്ന് പറയുന്നത് ഒരു റെക്ടാംഗിളും ഉണ്ട്, ഒരു പരാബോളിക് കർവും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് റെക്ടാംഗുലർ പരാബോളിക് കർവ് ആയിരിക്കും ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ ആൻസർ എന്ത് വരും? റെക്ടാംഗുലർ പരാബോളിക്. In limit state of collapse against a flexure, the maximum strain in tension reinforcement at the failure shall not be less than. സോ ഇവിടെ ഒരു ബീം തന്നിട്ടുണ്ട്. ആ ബീമിന്റെ ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ആ ന്യൂട്രൽ ആക്സിസിന് എബോവ് ആയിട്ടുള്ളത് കംപ്രഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സോണാണ്. താഴത്തെ ഭാഗം ടെൻഷൻ എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആ ഒരു ടെൻഷൻ സൈഡിലെ മാക്സിമം സ്ട്രെയിനിന്റെ വാല്യൂ എത്രയാണെന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കോഡൽ പ്രൊവിഷൻ ആണ്, IS 456 ഒരു കോഡൽ പ്രൊവിഷൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അതിനകത്ത് കറക്റ്റ് എഫിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ദ സെക്ഷൻ അറ്റ് ദ ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ആ കോഡൽ പ്രൊവിഷൻ അതേപടി പറഞ്ഞേക്കാണ്. ആൻസർ എന്താണ്? FY അവിടുത്തെ കൊടുക്കുന്ന സ്റ്റീലിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര? 1.15. കാരണം ടെൻഷൻ സോൺ ആണ്, അതുകൊണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്റ്റീലാണ്. സ്റ്റീലിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കുക 1.15 ES പ്ലസ് 0.002. സോ അപ്പൊ ആൻസർ എന്ത് വരും ഇവിടെ? സോ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അനുസരിച്ച് മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആ കോളർ പ്രൊവിഷൻ അതേപടി കിടക്കാണ്. അതിന്റെ വാല്യൂ എന്ത് വരും? അപ്പം 0.002 പ്ലസ് FY 1.15 ES. Next, the horizontal distance between the parallel main reinforcement in RC slab shall not be more than. ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. മാക്സിമം സ്പേസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ മെയിൻ ബാറും ഡിസ്ട്രിബ്യൂഷൻ ബാറും. അതിനകത്ത് മെയിൻ ബാർ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ലെസ്സർ ഓഫ് ഒന്നുകിൽ 3D അല്ലെങ്കിൽ 300 mm. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ലെസ്സർ ഓഫ് 5D ഓർ 450 mm. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ RC സ്ലാബ് എന്നാണ്. സോ അപ്പൊ ആൻസർ എന്ത് വരും? 3 times the effective depth of slab. Considering the concept of durability of water tanks, the minimum grade of concrete shall be. നമുക്ക് ഗ്രേഡ് ഒക്കെ ഒന്ന് നോക്കാം. സോ ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. ഇത് പഠിക്കുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഒരുപോലെയുള്ളതെല്ലാം ഒന്നിച്ചൊരു കളറിൽ ഇട്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് M15 ഗ്രേഡിന് ഒന്നേ ഉള്ളൂ, PCC മാത്രം. M20 ഉള്ളതാണ് ഈ RCC, PCC സബ്ജക്റ്റഡ് ടു സീ വാട്ടർ. ഇനി M30 ആണ് പറയുന്നത് RCC സബ്ജക്ട് ടു സീ വാട്ടർ, വാട്ടർ ടാങ്ക്, പോസ്റ്റ് ടെൻഷൻ സോൺ. നെക്സ്റ്റ് M40 ഒരെണ്ണേ ഉള്ളൂ, അത് പ്രീ സ്ട്രെസ് അല്ലെങ്കിൽ പ്രീ ടെൻഷൻ കോൺക്രീറ്റ് ആണ്. സോ ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് RCC BCC ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ടർ ടാങ്കിന്റെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. ആൻസർ അപ്പൊ എന്ത് വരും? M30. സോ വാട്ടർ ടാങ്കിന്റെ കോഡാണ് IS 3370. അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ടാങ്കിന്റെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആണെന്ന്. And the last question, permissible bending stress in concrete for M20. So, table permissible strength of concrete by working stress method ആണ്. അതിനകത്തെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂവും ഡയറക്റ്റ് സ്ട്രെസ്സിന്റെ വാല്യൂസുമാണ് ഇവിടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന്റെ കറസ്പോണ്ടിങ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ടാബുലർ കോളത്തിലുള്ള ഈ M50, 20, 25, 30, 35, 40 ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുള്ളത് M20ന്റെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂയും M15ന്റെ ഡയറക്റ്റ് സ്ട്രെസ്സിന്റെ വാല്യൂയും ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ M20യുടെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണ്? 7. സോ നമുക്ക് ആ കോളം നോക്കാം. അപ്പൊ ഈ കോളം ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. സോ ഇപ്പൊ ആൻസർ എന്ത് വരും? പെർമിസിബിൾ ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ കോൺക്രീറ്റ് ഫോർ M20 എന്ന് പറയുന്നത് ആ ടേബിളിന്റെ ബേസിസിൽ എത്ര ഉത്തരം? 7. സോ ഇത്രയാണ് ഇന്നത്തെ RCCയുടെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.